ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചതിൽ ആശങ്കയില്ലെന്ന് ഹൈക്കോടതി. ജാമ്യം ലഭിച്ചത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് ആശങ്കയില്ല. സ്വർണ്ണക്കൊള്ള അസാധാരണ കേസാണ്, പ്രതികൾ ആരും രക്ഷപ്പെടില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു പരാമർശം. ഗോപിക വീണ്ടും ചേരുന്നു. ഗോപിക, ഈ ഹർജി എന്താക്കി? അജിംസ്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അസ്വാഭാവിക ജാമ്യം, പ്രതികൾക്ക് ഇപ്പോൾ അസ്വാഭാവിക ജാമ്യം ലഭിക്കുന്നുണ്ട്. ഇതിൽ ആശങ്കയില്ലെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറയുന്നത്. 90 ദിവസത്തിന് ശേഷവും ജാമ്യം ലഭിക്കുന്നത് അന്വേഷണത്തെ ഒരു തരത്തിലും ബാധിക്കില്ല. അന്വേഷണം കൃത്യമായ ദിശയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ അതിൽ കോടതി മേൽനോട്ടവുമുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ യാതൊരുവിധ ആശങ്കയും വേണ്ടെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറയുന്നത്. ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ശരിയായ ദിശയിലല്ലെന്നും ഇതിൽ സംസ്ഥാന സർക്കാരിൽ തന്നെ ഉള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇടപെട്ടതുകൊണ്ട് ഇത് ശരിയായ ദിശയിലല്ല. ഇതിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജികൾ പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ ഇത്തരത്തിലുള്ള നിരീക്ഷണം. സംസ്ഥാന BJP അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തുമായി ബന്ധപ്പെട്ട ഹർജികളെല്ലാം തന്നെ ഇത്തരത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് എന്ന് പറയുന്നത് അതിസങ്കീർണമായ ഒരു കേസാണ്. ഇതൊരു അസാധാരണമായ കേസാണ്. അതുകൊണ്ട് തന്നെ ഈ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിച്ചില്ലെന്ന് വരാം. അതിനാൽ ഈ അസ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് ആശങ്ക ഉണ്ടാക്കേണ്ട എന്നാണ് ഹൈക്കോടതി പറയുന്നത്. എന്തായാലും പ്രതികൾ എല്ലാം തന്നെ ശിക്ഷിക്കപ്പെടും. പ്രതികൾ ആരും തന്നെ രക്ഷപ്പെടില്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത്. കാരണം ഇപ്പോൾ ശരിയായ ദിശയിൽ തന്നെയാണ് കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ യാതൊരുവിധ തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാവില്ലെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. അജിംസ്. ശരി ഗോപി.